പ്രിയമുള്ളവരെ, ഹിജാബ് വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ എനിക്ക് ആ പ്രിൻസിപ്പലിനോടും മാനേജ്മെൻറ്റിനോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത്, ഇത്തരമൊരു വിഷയം കിട്ടാൻ കാത്തിരിക്കുന്ന വർഗീയ ക്ഷുദ്രജീവികളുണ്ട്. അവരേതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ ചാടി വീഴുകയും പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളോടൊന്നുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടുമല്ല. വർഗീയത ആളിക്കത്തിച്ച് വോട്ട് ഷെയറുകൾ എത്രമാത്രം തങ്ങളുടെ പെട്ടിയിലാക്കാം എന്ന് ആലോചിക്കുന്ന ആളുകളാണ് അവർ എന്ന് ആദ്യം തിരിച്ചറിവുണ്ടാവും. അവിടെ അവരുടെ ചട്ടുകങ്ങളായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഭയവും ഉത്കണ്ഠയും സഹതാപവുമാണ് തോന്നിയത്. ഒരു പ്രിൻസിപ്പൽ, ഒരു ടീച്ചറാണ്, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടി ഏത് രീതിയിൽ വന്നാലും യൂണിഫോം മാനിച്ചുകൊണ്ട് അവരുടെ മതപരമായ നിഷ്ഠ പാലിച്ചുകൊണ്ട് വന്നാൽ എനിക്കവരെ ഉൾക്കൊള്ളാനേ സാധിക്കുകയുള്ളൂ. അവരെ ചേർത്ത് നിർത്തും. ഒരിക്കലും അവരോടൊരു വേർതിരിവ് കാണിക്കില്ല. ഇവിടെ ആ പ്രിൻസിപ്പൽ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ സ്കൂൾ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ഞങ്ങൾ അവർ ഇനി വന്നാൽ തട്ടനൊഴിവാക്കി വന്നാൽ, അല്ലെങ്കിൽ അവർ ഇത് നിയമം അനുസരിച്ചെന്നുള്ള നിലയിലാണെന്ന് പറയുന്നത്, ഒഴിവാക്കി വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും, സ്നേഹം കാണിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആ കുട്ടിയുടെ വിശ്വാസപരമായി നിർബന്ധമായും ആ കുട്ടി ജീവിതത്തിൽ ഉടനീളം പാലിക്കേണ്ടുന്ന ഒരു കർത്തവ്യമാണ്. നിങ്ങളെപ്പോലെ തന്നെ ആ വേഷം ധരിച്ചിട്ട് ഹിജാബ് ഇട്ടിട്ട് ആ കുട്ടി വന്നത്. ആ കുട്ടി അങ്ങനെ വരിക തന്നെ ആ കുട്ടി സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സിൻ്റെ വിശാലത കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇന്ന് സമൂഹത്തിൽ ഉയർന്നു നിന്നേനെ. ചില ചില്ലറ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കരുതിയിരുന്നു കൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഒരു പെൺകുട്ടി അങ്ങനെ ഹിജാബ് ധരിച്ചു വന്നാൽ ഭീകരാവസ്ഥ അല്ലെങ്കിൽ പേടിയാവുന്ന അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ ചില ആളുകൾ പാനൽ ഡിസ്കഷനിൽ ചിലർ സംസാരിക്കുകയുണ്ടായി, കുട്ടികൾ ആ യൂണിഫോം അനുസരിച്ച് വരലാണ് ആവശ്യമെന്നും അത് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയിൽ ഏകത്വത്തിൻ്റെ ഭാഗമായി, ഒരു യൂണിഫോമിറ്റിയുടെ ഭാഗമായി അതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന രാജ്യം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ മതമനുസരിച്ചും അത് അനുസരിച്ച് ജീവിക്കാനോ അത് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മുടെ സ്കൂളുകൾ. അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന കുട്ടി അത് ഒഴിവാക്കിയിട്ട് വന്നാൽ അവർ ഉൾക്കൊള്ളാമെന്ന് പറയുന്നതാണ് വർഗീയത. നേരെ മറിച്ച് ആ കുട്ടികൾ ആ യൂണിഫോമിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ മതചിഹ്നമായി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതി, ആ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല, ഒരു മുസ്ലിം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സംഗതിയല്ല. ചില കുട്ടികളുണ്ടാവാം, ചില മുസ്ലിം കുട്ടികളുണ്ടാവാം, ഒഴിവാക്കുന്നവരുണ്ടാവാം, അവരെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. നേരെ മറിച്ച് ഇതൊരു നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മാനിച്ചു കൊടുക്കാൻ, ഇതെന്നല്ല ഏത് സംഗതി, മതപരമായ ഒരു കുട്ടിക്ക് കുരിശുമാല ധരിച്ചേ പറ്റും നിർബന്ധ ബുദ്ധി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മാനിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആ കുട്ടിയുടെ മൗലികാവകാശമാണ്. അങ്ങനെ ആയിരിക്കുക ആ കുട്ടി ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നതാണ് ശരിക്കും മതനിരപേക്ഷത, എന്നതാണ് വിശാല ഹൃദയത്തോടുകൂടി ഉൾക്കൊള്ളൽ, ഉൾച്ചേർത്തൽ, ചേർത്ത് നിർത്തൽ. ഇപ്പോൾ ഇവിടെ പല ആളുകളും ഇത്തരം വിഷയങ്ങളെ കുത്തിപ്പൊക്കാനും ഇത്തരം വിഷയങ്ങളെ വർഗീയവൽക്കരിക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ കരുതിയിരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികളെ ചേർത്ത് നിർത്താനാണ് ഇനിയും ശ്രമിക്കേണ്ടത്. എനിക്ക് ആ പ്രിൻസിപ്പലിനോടും മാനേജ്മെൻറ്റിനോടും സഹതാപവും സങ്കടവുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിട്ടിരിക്കുന്ന ഇതേ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോയ 2 കന്യാസ്ത്രീകളെ പല ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും അത് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും പല MLA-മാരടക്കം അവിടെ പോവുകയും ഇടപെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനോടൊപ്പം അതിൽ മതം ആരും നോക്കിയിട്ടില്ല. കേരളം ഒന്നടങ്കം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ വർഗീയപരമായി ചിന്തിച്ചുകൊണ്ട് അവിടെ അറസ്റ്റ് ചെയ്ത പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ ഇവിടുന്ന് അവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു. ആ നിലയിലായിരിക്കണമായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്. ഏതായിരുന്നാലും നിങ്ങളുടെ സങ്കുചിതമായ മനസ്ഥിതി മാറും, വിശാലമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള മുഴുവൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളും ഇങ്ങനെയല്ല എല്ലാവരും ഉള്ളത്. എല്ലാ കുട്ടികളെയും ഉൾച്ചേർത്തുകൊണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടും പോകുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ ഒരുപാട് പേർ കന്യാസ്ത്രീകളായിട്ടുള്ള അധ്യാപകർ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നവരാണ്. എന്നെയും 9ലും 10ലും സെൻറ്റ് ജോർജ് സ്കൂൾ അരുവിത്തറയിൽ, ഞാൻ അവിടെയാണ് പഠിച്ചത്, ഈരാറ്റുപേട്ടയിൽ. അവിടെ 9th-ഉം 10th-ലും എൻ്റെ ക്ലാസ് ടീച്ചർ, 10th-ലായിരുന്ന ക്ലാസ് സിസിൽ ടീച്ചറാണ്. അത് കന്യാസ്ത്രീ ആയിരുന്നു. വളരെ സ്നേഹത്തോടെ, ഒരു മാതൃസ്നേഹത്തോടെയായിരുന്നു ഞങ്ങളെയൊക്കെ കണ്ടിരുന്നത്. ഇന്ന മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹിന്ദു ആയതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഒരു വേർതിരിവും അവർ പഠിപ്പിക്കുന്നതിലൊന്നും കാണിച്ചിട്ടില്ല, സംസാരിക്കുന്നതിലും കാണിച്ചിട്ടില്ല. എനിക്ക് പക്ഷേ ഈ ഒരു പ്രിൻസിപ്പലിനോടും അവിടുത്തെ അധ്യാപകരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സമാന സ്വഭാവമാണെങ്കിൽ നിങ്ങളോടും എനിക്ക് ഒരു അധ്യാപകനെന്ന നിലയിൽ സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ ആ സങ്കുചിത മനോഭാവം ഇനിയെങ്കിലും മാറ്റണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.